നമസ്കാരം. ഞാൻ കവാലം ശശികുമാർ. ഠിം സാധ്യതയൊന്നും കാണുന്നില്ല. കേരളത്തിന് പവർ കട്ട് എന്ന് പറയുന്നത്, ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് ഒരു ശാപമാണ്. ഈ ശാപത്തിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ട് കേരള ജനതയ്ക്ക് തലയിലെഴുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഇത്രയും കാലമായിട്ട് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരു മേഖലയിലും ആർജിക്കാത്ത ഒരു സംവിധാനം, അത് കേരളത്തിലെ സംവിധാനമാണ്. അത് LDF ഭരിച്ചോട്ടെ, UDF ഭരിച്ചോട്ടെ, LDF തുടർന്ന് ഭരിച്ചോട്ടെ, UDF എപ്പോൾ വേണേൽ ഭരിച്ചോട്ടെ, എത്ര കാലമായി തുടങ്ങിയിട്ട്. അടിസ്ഥാന പ്രശ്നം, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ലക്ഷ്യം ഇല്ല എന്നുള്ളതാണ്. സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ലക്ഷ്യമേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ കാര്യം സാധിക്കത്തുള്ളൂ, അതിനുള്ള മാർഗ്ഗം ഉണ്ടാവുള്ളൂ. മാർഗ്ഗങ്ങളേറെ തുറന്നു കിടക്കുകയാണ്, പക്ഷേ അതൊന്നും വിനിയോഗിക്കില്ല എന്നുള്ളൊരു കടുംപിടുത്തം പോലെയാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSEB KSRTCയുടെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകരുതേ എന്നാണ് ആഗ്രഹം, പോകരുതേ എന്നാണ് പ്രാർത്ഥന. KSRTC നമുക്കൊരു ദുർമാതൃകയാണ്. എങ്ങനെയാണോ KSRTCയെ ഈ വഴിക്കാക്കിയത്, അതുപോലെ തന്നെ ഈ KSEBയെയും ആക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും. ഉദാഹരണം പറഞ്ഞ കഴിഞ്ഞ ദിവസം ദൂരദർശൻ ഒരു ചർച്ച നടത്തി. ആ ദൂരദർശൻ ചർച്ച നടത്തിയത് പവർ കട്ടിനെ കുറിച്ചാണ്. ആ പവർ കട്ടിൻ്റെ ചർച്ചയെക്കുറിച്ച് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി, കേരളത്തിൻ്റെ ഊർജ്ജ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി പങ്കെടുത്ത ആൾക്കാരിൽ പ്രധാനപ്പെട്ട വളരെ വ്യക്തികളുണ്ടായിരുന്നു. ആ വ്യക്തികളിൽ ഇത്രയും കാലം കേരളത്തിലെ KSEBയുടെ യൂണിയനെ നയിച്ച, പ്രധാനപ്പെട്ട യൂണിയനെ നയിച്ച, ഇടതുപക്ഷത്തിൻ്റെ യൂണിയനാണ്, ആ യൂണിയനെ നയിച്ച ഒരു നേതാവുണ്ട്. അദ്ദേഹം ഒരു മന്ത്രിയുടെ ഓഫീസിൽ ഏതാണ്ട് മന്ത്രിയേക്കാൾ ഉപരി ഈ കാര്യങ്ങളൊക്കെ സാങ്കേതിക കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പോലും എത്രമാത്രം ഈ തരത്തിൽ ഒരു അപ്രധാനമാണ് KSEBയുടെ മേലുള്ള വൈദ്യുതി ഉൽപ്പാദനം എന്നുള്ളതാണ് പ്രശ്നം. KSEBക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഉൽപ്പാദനമാണ്. രണ്ടാമത്തെ പ്രശ്നം അതിൻ്റെ പ്രസരണമാണ്. മൂന്നാമത്തെ പ്രശ്നം അതിൻ്റെ ബില്ലിംഗ് ആണ്. ആ ബില്ലിങ്ങിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നതാണ് നാലാമത്തെ പ്രശ്നം. ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് KSEBയുടെ വൻതോതിലുള്ള ഒരു സ്റ്റാഫ് സംവിധാനവും അതിൻ്റെ ചെലവുമാണ്. സ്റ്റാഫ് സംവിധാനം വേണ്ടെന്നല്ല, വേണം. ഇപ്പോഴും സ്റ്റാഫ് സംവിധാനം അപര്യാപ്തമാണ് ചില മേഖലയിൽ, പക്ഷേ ചില മേഖലയിൽ ഉണ്ട്. ഉള്ള ആളുകൾക്കൊക്കെ KSEB ബോർഡ് കൊടുക്കേണ്ടി വരുന്ന ശമ്പളം, നമ്മൾ കേരളത്തിൽ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് ശമ്പളത്തിനും പെൻഷനും മാത്രമേ കേരളത്തിനുള്ളൂ എന്നല്ലേ പറയുന്നത്. കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളുടെ കാര്യം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കാര്യം വ്യക്തമാകും. ഇതൊരിക്കലും തൊഴിലാളി വിരുദ്ധമല്ല. പക്ഷേ തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിന് വിരുദ്ധമാകുന്നത്, ഒരു സംസ്ഥാനത്തിന് വിരുദ്ധമാകുന്നത്, ഒരു രാജ്യത്തിന് വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാതൃകയായിരുന്നു KSRTC. ഏതാണ്ട് ആ മാതൃകയിലേക്ക് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് KSEB. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം 2025 അത് ഇറങ്ങിയിരിക്കുന്ന റിപ്പോർട്ടാണ്. അത് 2023-24 വർഷത്തെ KSEB ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഊർജ്ജ ഉൽപ്പാദനവും വിതരണവും സംബന്ധിച്ചുള്ള കണക്കാണ്. ആ കണക്കിൽ കേരളം 14ാമതാണ്. കേരളത്തിലാണ് ഏറ്റവും ആദ്യം വൈദ്യുതി എല്ലാ വീടുകളിലും എത്തിച്ച സംസ്ഥാനം നമ്മുടേതാണ്. പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനം നമ്മുടേതാണെന്നുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് ഈ കേരളം ഇപ്പോഴും സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം നടത്തിയിരിക്കുന്ന സംസ്ഥാനമൊന്നുമല്ല. അത് നമുക്ക് ഉണ്ട്, സമ്പൂർണ്ണ സാക്ഷരത പോലെയാണ്. അതോടെ നിൽക്കട്ടെ. പക്ഷേ കേരളം 14ാമതാണ്. കേരളം 1ാമതാവേണ്ടതാണ്. കേരളം വളരെ പ്രസാരണ നഷ്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പിന്നിലായിരിക്കുന്നത്. എന്നാൽ പറഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിലെ കണക്ക് നോക്കിയാലും വലിയ ഗംഭീര കണക്കാണ്. കേരളം 2016 ശേഷം ഇപ്പോൾ 2026 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 35 110 kV സബ്സ്റ്റേഷൻസ് പുതുക്കി ഗംഭീരമാക്കി സംവിധാനത്തോടുകൂടി അടിസ്ഥാന സൗകര്യം എല്ലാം ഉണ്ടാക്കിയിട്ട് വൈദ്യുതി ഉൽപ്പാദനം, വോൾട്ടേജ് ക്ഷാമമില്ലായ്മ, വൈദ്യുതി വിതരണം, ഈ കാര്യങ്ങളെല്ലാം സ്വയം പര്യാപ്തത നേടിയെന്നാണ് അവകാശപ്പെടുന്നത്. 35 kV 110 kV സബ്സ്റ്റേഷൻ തുറന്നുള്ളത് വളരെ സത്യമാണ്. അതെങ്ങനെയാണെന്നറിയാമോ? 2011-2016 വർഷത്തിലെ 5 വർഷം UDFന്റെ ഭരണകാലത്ത് കേന്ദ്ര സർക്കാരിൽ കൊടുത്തിരുന്നത് 2016 വരെ 2800 കോടി രൂപയാണ് വിവിധ പദ്ധതികൾ വഴി സംസ്ഥാനത്ത് ഊർജ്ജോൽപാദനത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നത്. എന്നാൽ 2016 മുതൽ 2026 വരെയുള്ള 10 വർഷം, അപ്പോൾ 2014 വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മാറ്റമുണ്ടായി. കോൺഗ്രസ് സർക്കാരല്ല, അവിടെ BJP നയിക്കുന്ന NDA സർക്കാരാണ്. അതൊരു ഭാഗം. നരേന്ദ്രമോദിയാണ് മറ്റൊന്ന്. നരേന്ദ്രമോദി കേരളത്തിനെ ഞെക്കിക്കൊല്ലുന്നു, സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ സമയത്ത് 2800 കോടി രൂപ 5 വർഷം കിട്ടിയിരുന്നത് അതിൻ്റെ ഇരട്ടിയാണെങ്കിൽ കിട്ടാവുന്നത് 5600 കോടി രൂപയാണ്. പക്ഷേ കിട്ടിയിരിക്കുന്നത് 12,000 കോടി രൂപയാണ്. ഏതൊക്കെ പദ്ധതികൾ വഴിയാണ്? ആ പദ്ധതികളുടെ പേരുകളൊക്കെ പറഞ്ഞ വലിയ നീണ്ട പേരുകളാണ്. പേരുകൾ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ചുരുക്കപ്പേര് പറഞ്ഞാൽ RAPDRP 1300 കോടി രൂപയായിരുന്നു 2011-2016 വർഷം കൊടുത്തത്. അത് 1115 കോടി രൂപ ഇപ്പം കഴിഞ്ഞ 2016-2026 10 വർഷത്തിൽ കൊടുത്തിട്ടുണ്ട്. IPDS അതുവഴി 650 കോടിയാണ് അന്ന് കൊടുത്തിരുന്നത്. അത് ഈ പ്രാവശ്യം 648 കോടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പദ്ധതികളുടെ കണക്കെടുത്താൽ RDSS എന്ന് പറഞ്ഞാൽ 8000 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംസ്ഥാന സർക്കാരിന് വെറുതെ കൊണ്ട് KSEBക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതിന് അർത്ഥമൊന്നുമില്ല കേട്ടോ. പല പദ്ധതികൾ വഴിക്ക് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്, സംസ്ഥാനത്തിൻ്റെ ഊർജ്ജോൽപാദനത്തിന്, വിതരണത്തിന് ഉള്ള സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന 12,000 കോടി രൂപയുണ്ടായിരുന്നു. ആ 12,000 കോടി രൂപയുടെ വിനിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 35 സബ്സ്റ്റേഷൻസ് ഉണ്ടാക്കിയത്. മന്ത്രി ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയില്ല, നമ്മുടെ MM മണി,
അദ്ദേഹമാണ് പല സബ്സ്റ്റേഷൻസ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എല്ലാം സംസ്ഥാന സർക്കാരിന്റെ വികസനം 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 എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഇലക്ഷൻ തൊട്ട് മുമ്പ് പറഞ്ഞത് വൈദ്യുതി കട്ടില്ലാത്ത പവർ കട്ടില്ലാത്ത സംസ്ഥാനം കേരളം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരുന്നത് കിട്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാശായിരുന്നു. ആ പണം വിനിയോഗിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി പ്രസാരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയാണ് കൊടുത്തിരുന്നത്. പക്ഷേ സംസ്ഥാനം എന്ന് പറയുന്നത്, കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ജലാശയങ്ങളുടെ നാടാണ്, നദികളുടെ നാടാണ്. ഈ കാരണം കൊണ്ട് ഹൈഡൽ പ്രോജക്റ്റുകൾ, വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. ആ സംവിധാനങ്ങൾ മോശമാണെന്നല്ല, ആ സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ, ആ സംവിധാനങ്ങൾ തുടരട്ടെ. പക്ഷേ ജലത്തിൻ്റെ തന്നെ ഉപയോഗം കുറഞ്ഞു ലഭ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് എത്രമാത്രം നമുക്കത് ആശ്രയിക്കാം, എത്ര കാലം ആശ്രയിക്കാം എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം പകരം ഉള്ള ഊർജ്ജ സംവിധാനങ്ങൾ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പകരം ഊർജ്ജ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളോട് പറഞ്ഞു. സൂര്യനിൽ നിന്ന് സൗരോർജ്ജം ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഓരോ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ വൻ തുക ഇതിനൊക്കെ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സോളാർ പദ്ധതികളൊക്കെ നമ്മൾ എവിടെ എത്തിച്ചു, എത്രമാത്രം എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടകരമായ കാര്യമാണ്. ഇപ്പം പുരയുടെ പുറത്ത്, റൂഫ് ടോപ്പ്, പുരയുടെ പുറത്ത് നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള പുരപ്പുറ സോളാർ സംവിധാനം എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി നിയമം കൊണ്ടുവന്നു. അത് ആദ്യം സ്റ്റേ ചെയ്തു, ആദ്യം ബഹളാക്കി, പിന്നെ രണ്ടാമത് അത് തുടങ്ങാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഉണ്ടായ ഗൾഫ് മേഖലയിലുണ്ടായ ഇറാൻ അമേരിക്കൻ യുദ്ധം സാഹചര്യം, ഈ സാഹചര്യം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിച്ചത് എന്തിനാണെന്നറിയോ? ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞ സമയത്ത് ഇതാണ് ഊർജ്ജ സംവിധാനത്തിൽ വൈദ്യുതിയാണ് ആശ്രയിച്ചത്. ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിച്ചത്. പണ്ട് കേടായതും മാറ്റി വെച്ചതുമായ ഇൻഡക്ഷൻ കുക്കർ എല്ലാം കൂടി എടുത്ത് വീണ്ടും പല ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടമുണ്ടായി. അപ്പോൾ വൈദ്യുതി ഉപയോഗം കൂടുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതായത് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് അതിന്റെ പേരിൽ നമ്മൾ വൈദ്യുതി ഉപയോഗം കൂടുകയാണ്. മിക്കവാറും വീടുകളിൽ ഇപ്പോൾ AC ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് കൂടുന്നുണ്ട്. അത് മാത്രമോ, എല്ലാ ഉപകരണങ്ങളും വൈദ്യുതി അടിസ്ഥാനമാക്കി വരികയാണ്. ഇപ്പോൾ പെട്രോൾ ഉപയോഗിക്കുന്നതിന് പകരം കറണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വരികയാണ്. ഇതെല്ലാം വൈദ്യുതിയാണ് വേണ്ടി വരുന്നത്. ഇതൊക്കെ വൈദ്യുതി എവിടെ നിന്നാണ്? വിവിധ പദ്ധതികൾ വഴി സംസ്ഥാനത്ത് ഊർജ്ജോൽപാദനത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നത്. എന്നാൽ 2016 മുതൽ 2026 വരെയുള്ള 10 വർഷം, അപ്പോൾ 2014 വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മാറ്റമുണ്ടായി. കോൺഗ്രസ് സർക്കാരല്ല, അവിടെ BJP നയിക്കുന്ന NDA സർക്കാരാണ്. അതൊരു ഭാഗം. നരേന്ദ്രമോദിയാണ് മറ്റൊന്ന്. നരേന്ദ്രമോദി കേരളത്തിനെ ഞെക്കിക്കൊല്ലുന്നു, സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ സമയത്ത് 2800 കോടി രൂപ 5 വർഷം കിട്ടിയിരുന്നത് അതിൻ്റെ ഇരട്ടിയാണെങ്കിൽ കിട്ടാവുന്നത് 5600 കോടി രൂപയാണ്. പക്ഷേ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 12000 കോടി രൂപയാണ്. ഏതൊക്കെ പദ്ധതികൾ വഴിയാണ്? ആ പദ്ധതികളുടെ പേരുകളൊക്കെ പറഞ്ഞാൽ വലിയ നിങ്ങളുടെ പേരുകളാണ്. പേരുകൾ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ചുരുക്കപ്പേര് പറഞ്ഞാൽ RAPDRP 1300 കോടി രൂപയായിരുന്നു 2011, 2016 വർഷം കൊടുത്തത്. അത് 1115 കോടി രൂപ ഇപ്പം കഴിഞ്ഞ 2016, 26, 10 വർഷത്തിൽ കൊടുത്തിട്ടുണ്ട്. IPDS അതുവഴി 650 കോടിയാണ് അന്ന് കൊടുത്തിരുന്നത്. അത് ഈ പ്രാവശ്യം 648 കോടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പദ്ധതികളുടെ കണക്കെടുത്താൽ RDSS എന്ന് പറഞ്ഞതിനകത്ത് 8000 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംസ്ഥാന സർക്കാരിന് വെറുതെ കൊണ്ട് KSEBക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതിന് അർത്ഥമൊന്നുമില്ല കേട്ടോ. പല പദ്ധതികൾ വഴിക്ക് സംസ്ഥാനത്തിന്റെ വികസനത്തിന്, സംസ്ഥാനത്തിന്റെ ഊർജ്ജോൽപാദനത്തിന്, വിതരണത്തിന് ഉള്ള സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന 12000 കോടി രൂപയുണ്ടായിരുന്നു. ആ 12000 കോടി രൂപയുടെ വിനിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 35 സബ്സ്റ്റേഷൻസ് ഉണ്ടാക്കിയത്. മന്ത്രി, ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയില്ല, നമ്മുടെ MM മണി, അദ്ദേഹമാണ് പല സബ്സ്റ്റേഷൻസ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എല്ലാം സംസ്ഥാന സർക്കാരിന്റെ വികസനം 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 എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഇലക്ഷൻ തൊട്ട് മുമ്പ് പറഞ്ഞത് വൈദ്യുതി കട്ടില്ലാത്ത പവർ കട്ടില്ലാത്ത സംസ്ഥാനം കേരളം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരുന്നത് കിട്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാശായിരുന്നു. ആ പണം വിനിയോഗിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി, പ്രസാരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയാണ് കൊടുത്തിരുന്നത്. പക്ഷേ സംസ്ഥാനം എന്ന് പറയുന്നത്, കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ജലാശയങ്ങളുടെ നാടാണ്, നദികളുടെ നാടാണ്. ഈ കാരണം കൊണ്ട് ഹൈഡൽ പ്രോജക്റ്റുകൾ, വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. ആ സംവിധാനങ്ങൾ മോശമാണെന്നല്ല, ആ സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ, ആ സംവിധാനങ്ങൾ തുടരട്ടെ. പക്ഷേ ജലത്തിൻ്റെ തന്നെ ഉപയോഗം കുറഞ്ഞു ലഭ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് എത്രമാത്രം നമുക്കത് ആശ്രയിക്കാം, എത്ര കാലം ആശ്രയിക്കാം എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം പകരം ഉള്ള ഊർജ്ജ സംവിധാനങ്ങൾ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പകരം ഊർജ്ജ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളോട് പറഞ്ഞു. സൂര്യനിൽ നിന്ന് സൗരോർജ്ജം ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഓരോ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ വൻ തുക ഇതിനൊക്കെ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സോളാർ പദ്ധതികളൊക്കെ നമ്മൾ എവിടെ എത്തിച്ചു, എത്രമാത്രം എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടകരമായ കാര്യമാണ്. ഇപ്പം പുരയുടെ പുറത്ത്, റൂഫ് ടോപ്പ്, പുരയുടെ പുറത്ത് നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള പുരപ്പുറ സോളാർ സംവിധാനം എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ച് വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി നിയമം കൊണ്ടുവന്നു. അത് ആദ്യം സ്റ്റേ ചെയ്തു, ആദ്യം ബഹളാക്കി, പിന്നെ രണ്ടാമത് അത് തുടങ്ങാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഉണ്ടായ ഗൾഫ് മേഖലയിലുണ്ടായ ഇറാൻ അമേരിക്കൻ യുദ്ധം സാഹചര്യം, ഈ സാഹചര്യം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിച്ചത് എന്തിനാണെന്നറിയോ? ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞ സമയത്ത് ഇതാണ് ഊർജ്ജ സംവിധാനത്തിൽ വൈദ്യുതിയാണ് ആശ്രയിച്ചത്. ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിച്ചത്. പണ്ട് കേടായതും മാറ്റി വെച്ചതുമായ ഇൻഡക്ഷൻ കുക്കർ എല്ലാം കൂടി എടുത്ത് വീണ്ടും പല ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടമുണ്ടായി. അപ്പോൾ വൈദ്യുതി ഉപയോഗം കൂടുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതായത് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് അതിന്റെ പേരിൽ നമ്മൾ വൈദ്യുതി ഉപയോഗം കൂടുകയാണ്. മിക്കവാറും വീടുകളിൽ ഇപ്പോൾ AC ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് കൂടുന്നുണ്ട്. അത് മാത്രമോ, എല്ലാ ഉപകരണങ്ങളും വൈദ്യുതി അടിസ്ഥാനമാക്കി വരികയാണ്. ഇപ്പോൾ പെട്രോൾ ഉപയോഗിക്കുന്നതിന് പകരം കറണ്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വരികയാണ്. ഇതെല്ലാം വൈദ്യുതിയാണ് വേണ്ടി വരുന്നത്. ഇതൊക്കെ വൈദ്യുതി എവിടെ നിന്നാണ്?
ഇതിനെല്ലാം എക്കാലത്തും പച്ചക്കറി മുതൽ എല്ലാ കാര്യങ്ങൾക്കും പച്ചക്കറിക്ക്, വീട്ടിലെ പണിക്ക്, നമ്മുടെ തൊഴിൽ മേഖലയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് സ്വാശ്രയത്വമില്ലാതായി പരാശ്രയത്തിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഊർജ്ജ മേഖലയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗം. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് ഈ പുരയുടെ പുറത്ത് ഇത് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ആ ഉണ്ടാക്കുന്ന വൈദ്യുതിക്ക്, ആ കറണ്ടിന് ഊർജ്ജം കുറവാണ്, അത് സാധാരണ പോലെയുള്ള മറ്റ് വൈദ്യുതി അത്രയും ശക്തിയില്ല എന്നുള്ള പല കാരണങ്ങൾ. രണ്ടാമത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല, കേരളത്തിൽ കിട്ടത്തില്ല, അതുകൊണ്ട് അതിനുവേണ്ടി നിക്ഷേപിക്കുന്ന പണം കുറവ്. അങ്ങനെയല്ല. ഇപ്പോൾ സിയാനി പോലെയുള്ള നമ്മുടെ കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം അവർക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത് അതാണോ ഉപയോഗിക്കുന്നത്, എല്ലാ സമയത്തും അത് മാത്രമാണോ ഉപയോഗിക്കുന്നത്, സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ മറ്റൊരു ഭാഗമാണ്. പക്ഷേ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് യഥാസമയം ഉപയോഗിക്കാൻ, അന്നേരം ഉപയോഗിക്കുന്നതിന് പകരം പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് സംവിധാനം നമുക്കില്ല. നമ്മളൊരു സ്റ്റോറേജ് സംവിധാനത്തിന് വേണ്ടി വലിയൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. KCBയുടെ 2022 ഒരു കണ്ടെയ്നർ സൈസ് ബാറ്ററി സംവിധാനം സ്ഥാപിക്കണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം സിറ്റിയിൽ. പക്ഷേ അതിനെ പല ആൾക്കാർ ചേർന്ന് തടഞ്ഞു. അത് തടഞ്ഞതിൽ മുഖ്യ ആൾക്കാർ എന്ന് പറയുന്നത് KCBയുടെ യൂണിയൻ ആയിരുന്നു. KCB ഓഫീസേഴ്സ് അസോസിയേഷനാണ് അതിനെ ശക്തമായി എതിർത്തത്. പക്ഷേ ഇത് അടിസ്ഥാന കാര്യം പ്ലാനിംഗ് ഇല്ല, ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാനിംഗ് ഇല്ല. ആ പ്ലാനിംഗ് ഇല്ലാതെ വന്നതോടുകൂടി അതിൻ്റെ ബാക്കി എല്ലാ മേഖലയിലും തകരാറുണ്ടായിട്ടുണ്ട്. വൈദ്യുത മേഖലയിൽ നമുക്ക് ഹൈഡൽ പ്രോജക്റ്റിനെ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി മുഴുവൻ നമുക്ക് ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികൾ പലതും പാഴായി കിടക്കുകയാണ്, പകുതി വഴിയിലെത്തിയിരിക്കുകയാണ്. പാരിസ്ഥിതിക പ്രശ്നം പറയുന്നുണ്ട്, ചിലത് ഫലപ്രദമാകില്ല, ലാഭകരമാകില്ല എന്ന് പറഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ള പദ്ധതികളാണെന്നറിയാം. ആ പദ്ധതികൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഉൽപ്പാദനത്തിന്റെ മേഖലയിൽ നമ്മൾ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമുഖതയെന്നോ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞത് പരിസ്ഥിതി പ്രവർത്തകനാണ്, അതേസമയം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിജ്ഞാനിയാണ്, ശാസ്ത്ര പഠനം നടത്തുന്ന ആളാണ്, സർക്കാർ ഉപദേശം കൊടുക്കുന്ന ആളാണ് RVG മേനോൻ. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് സൗരോർജ്ജം ഉണ്ടാക്കുവാനുള്ള പദ്ധതി ആരംഭിക്കുകയും സൗരോർജ്ജം വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്ത ആൾ. അദ്ദേഹം പറഞ്ഞു സൗരോർജ്ജം നമുക്ക് അടുത്ത ഊർജ്ജ മേഖല അതാണ്, അത് പൊല്യൂഷൻ ഇല്ലാത്തതാണ്, അത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അത് നമ്മളുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ. പക്ഷേ അതിനെ പോലും എതിർക്കുകയാണ്, അദ്ദേഹത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. ഇത് ആരെതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KCBയെ നിയന്ത്രിക്കുന്നത് ചില നിശ്ചിത താല്പര്യക്കാരാണ്. എക്കാലത്തും കേരളത്തിന് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങണം, അത് 10 രൂപ മുതൽ 12 രൂപ വരെ വില കൊടുത്ത് വൈദ്യുതി വാങ്ങണം. അങ്ങനെ വാങ്ങുന്ന വൈദ്യുതി അങ്ങനെ വാങ്ങിച്ച് വേണം നമ്മുടെ വൈദ്യുതി ഉപയോഗിക്കാൻ എന്നുള്ളത് ആരുടെ ഒരു നിശ്ചിത തീരുമാനം പോലെയാണ്. ഉദാഹരണത്തിന് 2023-24 വർഷം 12,982 രൂപ, 82 കോടി രൂപയുടെ വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. 2024-25 ആ 12,749 കോടി രൂപയുടെ വൈദ്യുതി നമ്മൾ വാങ്ങി. എന്നിട്ട് പറയുന്നത് വൈദ്യുതി സംഭരിക്കുവാൻ വേണ്ടി, സൗരോർജ്ജത്തിലെ വൈദ്യുതി സംഭരിക്കുവാൻ വേണ്ടി നമ്മൾ ബാറ്ററി സ്ഥാപിക്കുകയാണെങ്കിൽ ആ ബാറ്ററി ഒരു 10 വർഷം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും, അതുകൊണ്ട് വലിയ നഷ്ടമുണ്ടാകും. ഇത് 10 വർഷം നമ്മൾ ഈ വാങ്ങുന്ന ഈ കണക്ക് നോക്കിയാൽ 12,749 രൂപ ഒരു വർഷം നമ്മൾ വൈദ്യുതി വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ പൈസ വേണ്ടി വരില്ല ഈ ബാറ്ററിക്ക്. അപ്പോഴും നമ്മൾ പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ടാണോ അതോ മോഡി സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്, അത് അറിയിക്കേണ്ട ആവശ്യം, ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും വൈദ്യുതി കമ്മി സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നു? അതിന് പകരം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. എത്ര യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സങ്കടം വരും. ഉദാഹരണത്തിന് ഈ പുരപ്പുറത്ത് വൈദ്യുതി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ, അത് സാധാരണ ജനങ്ങൾ ഇത് തൽപരരായിട്ട് 3.85 ലക്ഷം പേര് അപേക്ഷ കൊടുത്തി. അതിന് അനുവദിച്ചത് 2.77 ലക്ഷം പേർക്കാണ്. എന്തുകൊണ്ടാണ് ബാക്കി 1 ലക്ഷത്തിലേറെ ആൾക്കാർക്ക് ഇത് അനുവദിക്കാത്തത്? എന്ത് കാരണം പറഞ്ഞിട്ടാണ് അവരെ ഉപേക്ഷിച്ചത്? ഇനി സർക്കാരിന് ഈ പറഞ്ഞ സംഭരണ സംവിധാനം ഇല്ലെങ്കിൽ, വൈദ്യുതി സ്റ്റോർ ചെയ്യുന്ന സംവിധാനം ഇല്ലെങ്കിൽ അവർ പറയട്ടെ, നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്ന് പറയട്ടെ, അപ്പോഴും വേറെ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാമല്ലോ. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല? മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്ത പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്കുള്ള മടി കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടം വലുതാണ്, വലിയ നഷ്ടമാണ്. അതായത് 2003 കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം വന്നത്, വൈദ്യുതി ബോർഡുകൾ, ആ വൈദ്യുതി വിതരണ സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ സംവിധാനം, വൈദ്യുതി ഉൽപ്പാദന സംവിധാനം, അതിനെ 3 കമ്പനികളാക്കി മാറ്റണം. 3 സെപ്പറേറ്റ് കമ്പനികൾ, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടര്, സംഭരിക്കുന്നത് വേറൊരു കൂട്ടര്, പ്രസാരണം നടത്തുന്ന ഒരു കൂട്ടര്, അതിന് വിതരണം നടത്തി അതിന്റെ പൈസ വാങ്ങുന്ന ഒരു കൂട്ടര്, അങ്ങനെ 3 ഭാഗങ്ങളാക്കി തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പനി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനോട് ശക്തിയായി വിയോജിച്ചു. എന്നിട്ട് പറഞ്ഞു അതിവിടെ നടപ്പാകാൻ പോകില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് 2013 അത് ചെയ്തു. അപ്പോഴും ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതാ വിചിത്രം. അപ്പോഴും പേരിൽ മാത്രമേ കമ്പനിയുള്ളൂ. ഇപ്പോഴും നിയന്ത്രിക്കുന്നത് സർക്കാർ തന്നെയാണ്. ഇപ്പോഴും ചെയ്യുന്നത് സർക്കാരാണ്. ഇപ്പോഴും സർക്കാർ 1-2 കമ്പനികളാക്കി വെച്ചിട്ട് അതിനകത്ത് പ്രൈവറ്റിന്റെ മേഖലയ്ക്ക്, വിതരണത്തിന് പ്രൈവറ്റ് മേഖല കൊടുത്തിട്ടൊക്കെയുള്ള ചില കൃത്രിമ പരിപാടികൾ, വോട്ടയിറക്കൽ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഏത് മന്ത്രി വന്നാലും ശരി, നമുക്ക് പല മന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ G. കാർത്തികേയനായിരുന്നു 1995 മുതൽ ഒരു വർഷത്തേക്ക് മന്ത്രി. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പവർ കട്ട് ഉണ്ട്. ഇന്ന് പറയും പവർ കട്ട് ഉണ്ട്, നാളെ പറയും പവർ കട്ട് ഇല്ല, മറ്റന്നാൾ മുതൽ പവർ കട്ട് ഇല്ല എന്ന് പറയും. പക്ഷേ മറ്റന്നാളും പവർ കട്ട് ഉണ്ടാകും. ആ സമയത്ത് പവർ കട്ട് ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ശരിക്കും യൂണിയൻ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ KCBയിലെ ജീവനക്കാരും ശരിക്കിട്ട് പട്ടുകളിപ്പിക്കുകയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. അത് കഴിഞ്ഞ് പിണറായി വിജയൻ വന്നു. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ വിദഗ്ധനായ വൈദ്യുതി മന്ത്രി ആയിരുന്നു ഒക്കെ വലിയ പ്രചാരണങ്ങൾ അക്കാലത്തുണ്ടായി. പക്ഷേ
ആ സമയത്താണ് ലാവ്ലിൻ ഉണ്ടായിരുന്ന മറ്റൊരു കേസ്. ആ കേസ് അവിടെ നിൽക്കട്ടെ. ലാവ്ലിൻ മാത്രമല്ല, അക്കാലത്തേക്ക് എത്രമാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് തന്നെ പാർട്ടി നേതാവായിരുന്ന, KCBയിലെ നേതാവായിരുന്ന, യൂണിയൻ നേതാവായിരുന്ന, ഇടതുപക്ഷ നേതാവായിരുന്ന ഈ ബാലാനന്ദൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ സ്റ്റേറ്റ്മെന്റുകളും വിമർശനമൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം ഏതൊഴിക്ക് പോയി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അത് കഴിഞ്ഞ് എ കെ ബാലൻ ഉണ്ടായി, ആര്യാടൻ മുഹമ്മദ് ഉണ്ടായി, കെ മുരളീധരൻ, ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉണ്ടായി, ഇപ്പോൾ ഒടുവിൽ കൃഷ്ണൻകുട്ടിയായിരുന്നു വൈദ്യുതി മന്ത്രി. ഈ സമയത്തൊക്കെ നമ്മൾ എത്രമാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കള്ളക്കളി മനസ്സിലാകുന്നത്. അപകടകരമായ അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. VD സതീശൻ സർക്കാർ ഈ പറഞ്ഞതുപോലെ ഉടനെ ഇത് വൈദ്യുതിക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന സൗരോർജ്ജ പദ്ധതി മാത്രമാണ് ഏറ്റവും കൃത്യമെന്നും അത് മാത്രം മതിയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന വൈദ്യുതി പരമാവധി ഉണ്ടാക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും അത് വേണ്ടി വന്നാൽ കേന്ദ്ര പൂളിലേക്ക് കൊടുക്കുകയും ആവശ്യമുള്ള സമയങ്ങൾ നമുക്കെടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കുവാൻ കഴിയാത്തത്തോളം കാലം ഈ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി വേഴാമ്പലില്ലേ, ആ വേഴാമ്പലിനെ മലമുഴക്കി വേഴാമ്പൽ പക്ഷി എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ മലമുഴക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ മുറവിളിയിടുന്ന വേഴാമ്പലായിട്ട് നമുക്ക് വൈദ്യുതിക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ. അവർക്ക് ഏത് സമയത്താണെന്ന് അറിയില്ല, എപ്പോഴാണെന്ന് അറിയില്ല, അപ്രഖ്യാപിതമാണ്. വളരെ കഷ്ടകരമായ അവസ്ഥയിലേക്ക് പോയ സ്വയം പര്യാപ്തത നേടാതെ ഊർജ്ജ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് യാതൊരു പരിഹാരവുമില്ല. ആ പരിഹാരം കാണുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ എന്ത് ധീരമായ നിലപാടെടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ കാര്യം കൂടി പറയാം. സൗരോർജ്ജ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ വൻപൻ വിജയമായിരിക്കുന്നു. ഗുജറാത്തിലൊക്കെ സൗരോർജ്ജ പദ്ധതി എത്രമാത്രമാണെന്നറിയോ? അപ്പോൾ അവിടെ നദിയിൽ നിന്ന് ഹൈഡൽ പ്രോജക്റ്റ് ഉള്ളതിനൊപ്പം തന്നെ അവിടെ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചിട്ട് സൗരോർജ്ജം നദി വഴി ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ എത്രയോ പാടശേഖരങ്ങൾ കൃഷിയെടുക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? എത്രമാത്രം സ്ഥലങ്ങൾ. ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പോയി പഠിച്ച് ചെയ്യേണ്ടത് സിയാലിനെയാണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ ഒരു ഇഞ്ച് ഭൂമി പോലും വെറുതെ കളയാതെ അവർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ മറ്റേ ഗോൾഫ് മൈതാനിക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് പൂർത്തിയാകാത്തതുകൊണ്ട് അവിടെയും ഇപ്പം ഈ പദ്ധതി ആരംഭിക്കുകയാണ്. അപ്പം ഊർജ്ജ മേഖലയിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യണം. ഒറ്റ കാര്യം കൂടി പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗരോർജ്ജം വാങ്ങുവാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിന് ആവശ്യമായ സൗരോർജ്ജം കൊടുക്കുവാൻ ആവശ്യത്തിൽ 200 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ അത്രയുമായല്ലോ. അത്രയും വൈദ്യുതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് 2.95 രൂപയ്ക്ക് വാങ്ങുവാനുള്ള സംവിധാനം 25 വർഷത്തേക്ക് ദീർഘകാല കരാർ ഉണ്ടാക്കാനുള്ള തീരുമാനം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അതിൻ്റെ പേര് സിക്കാന്നാണ്, സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് ധാരണയായിട്ടുണ്ട്. അതും നല്ലൊരു അനുഗ്രഹം. എവിടെയൊക്കെ കിട്ടും? പലതുള്ളി പരിവളമാണ്. കിട്ടാവുന്നിടത്തുനിന്ന് വാങ്ങുക, വില കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങുക. അത് 12 രൂപ കൊടുത്ത് ഏതോ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നോ ഏതോ സംവിധാനത്തിൽ നിന്നോ വാങ്ങല്ല വേണ്ടത്. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണം. ഒരു ഊർജ്ജ മേഖലയിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ഒരു നേട്ടമുണ്ട് ഈ സൗരോർജ്ജ മേഖലയിൽ. അതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഫ്രാൻസുമായി ചേർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഗ്ലോബൽ ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ആ സംവിധാനത്തിന്റെ ഭാഗമായി ഇന്ത്യയും ഫ്രാൻസും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന സംവിധാനത്തിൽ ഇന്ത്യ ഒരു മേജർ ദാതാവാണ്. ഏറ്റവും വലിയ ഒരു ഭാഗം ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഊർജ്ജ ഉൽപ്പാദനത്തിന് സംവിധാനമുണ്ട്. ആ സംവിധാനം വിനിയോഗിക്കുന്നില്ല. ആ സംവിധാനം വിനിയോഗിച്ച് പൂർണ്ണമായിട്ട് കേരളത്തെ ഒരു അധിക വൈദ്യുതി ഉൽപ്പാദന സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പദ്ധതി ഈ VD സതീശൻ്റെ മന്ത്രിക്കുണ്ടോ? ജോസഫ് മന്ത്രിക്ക് അതിന് കഴിയുമോ? അതിനുള്ള കാഴ്ചപ്പാടുണ്ടാകുമോ എന്നുള്ളതാണ് നാം കാത്തിരിക്കേണ്ടത്. അത് കാണുക. ഒറ്റ മാർഗ്ഗം ഇതേ ഉള്ളൂ. എങ്ങനെയൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമോ, ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക, അത് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാത്ത തരത്തിലുള്ളതാണെങ്കിൽ സോളാർ എനർജിയാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ആ മാർഗ്ഗത്തിലേക്ക് തിരിയുന്നതിന് ആരാണ് നമുക്ക് തടസ്സം? എന്തുകൊണ്ടാണ് ചലച്ചിത്രം ഏറ്റെടുക്കാൻ കഴിയാത്തത്? കാണാം. നമസ്കാരം.